എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. പുതിയ തെരഞ്ഞെടുക്കപ്പെട്ട ന്യൂയോർക്ക് മേയർ സോറൻ മംദാനിയുടെ വിജയം പ്രഖ്യാപിച്ച ഉടനെ തന്നെ ലോകത്തിലെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും വലിയ രീതിയിൽ ആഘോഷം തുടങ്ങി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കരുതുന്ന ആഗോള ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് അമേരിക്ക. അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ നിയന്ത്രിക്കുന്ന ഒരു നഗരമാണ് ന്യൂയോർക്ക്. ആ ന്യൂയോർക്കിൻ്റെ മേയറായിട്ട് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വരുന്നു, ഒരു മുസ്ലിം കാൻഡിഡേറ്റ് വരുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള അത് അവർ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഇസ്ലാമിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങാൻ പോകുന്നു. അതിന് തുടക്കമാണ് ന്യൂയോർക്കിൻ്റെ മേയറായിട്ട് സോറൻ മംദാനി എന്ന മുസ്ലിം കാൻഡിഡേറ്റ് വരുന്നത്. ആ രീതിയിലാണ് അവർ വലിയ രീതിയിലുള്ള ആഘോഷം തുടങ്ങി. അപ്പോൾ ഇപ്പോൾ അവരുടെ ഈ ആഗോള ഇസ്ലാം അവരുടെ ബാപ്പിയായിട്ട് കരുതുന്ന ഖത്തർ ആയാലും സൗദി ആയാലും പറയുന്നത്, നിങ്ങൾ ആഹ്ലാദിക്കാൻ വരട്ടെ, നിങ്ങൾ അധികം ആഘോഷിക്കേണ്ട. ഈ സോറൻ മംദാനി ചില ആൾക്കാരുടെ ബിനാമിയാണ്. ചില ആൾക്കാരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ കോടികൾ എറിഞ്ഞിട്ടാണ് ഈ മംദാനിയെ അവിടെ ന്യൂയോർക്കിൻ്റെ മേയറായിട്ട് വെച്ചത്. ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങൾ, ഒന്ന് രണ്ട് മാധ്യമങ്ങളുണ്ട്. ഈ മാധ്യമങ്ങളിൽ സൗദി രാജവംശത്തിൻ്റെയും ഖത്തറിൻ്റെ ഈ രാജവംശത്തിൻ്റെയൊക്കെ അവർ ഗവൺമെൻറ്റിൻ്റെയൊക്കെ വളരെ അടുത്ത് ഏറ്റവും ആദ്യം വലിയ ക്രെഡിബിളായിട്ടുള്ള പല വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളാണ്. അവരാണ് പറയുന്നത്, ആഗോള ഇസ്ലാമിയെ നിങ്ങൾ സന്തോഷിക്കാൻ വരട്ടെ, ഇതൊരു ട്രാപ്പാണ്, നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള കാര്യങ്ങൾ പോകുന്നത്. എസ്പെഷ്യലി അതായത് പുതിയ ജിയോ പൊളിറ്റിക്സ് സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് എന്താ പറയേണ്ടത്, ഇസ്ലാമിൻ്റെ വിജയമല്ല, ഇത് എഗൻസ്റ്റ് ഇസ്ലാമാണ്. അത് പറയുന്ന ഒരു എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ, മുമ്പ് ബരാക് ഹുസൈൻ ഒബാമ എന്ന് പറയുന്ന മുസ്ലിം വ്യക്തി അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്നു. ആ സമയത്താണ് അമേരിക്ക ഏറ്റവും കൂടുതൽ മുസ്ലിമുകൾക്കെതിരെ ക്രൂരത, അട്രോസിറ്റിയൊക്കെ പ്രയോഗിച്ചത്. ആ സമയത്തായിരുന്നു. നമുക്കറിയാം ബിൻ ലാദനൊക്കെ തട്ടിയത്, അപ്പോൾ പാകിസ്ഥാൻ അബൌട്ടാബാദിൽ കയറി തട്ടിയതും അഫ്ഗാനിസ്ഥാൻ അധിനിവേശം സ്ഥാപിച്ചതൊക്കെ ഈ ഹുസൈൻ ഒബാമയുടെ കാലഘട്ടത്തിലായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ സന്തോഷിക്കരുത്. പക്ഷേ ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്സ് വേറെ ലെവലാണ് കാര്യങ്ങൾ. അതായത് ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്സ് വേൾഡിലെന്ന് വെച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഫുൾ അപ്രസക്തമായി. അവിടെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇവിടെ റോളില്ല. മെയിനായിട്ട് അമേരിക്ക, ഇന്ത്യ, പാകിസ്ഥാൻ, റഷ്യ, ഇന്ന് ചൈന, ഈ രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചാണ് ജിയോ പൊളിറ്റിക്സ് മുന്നോട്ട് വന്നത്. ഈ പാകിസ്ഥാൻ വലിയ ശക്തിയൊന്നുമില്ല, പക്ഷേ പാകിസ്ഥാൻ ഒരു ഗുണ്ടാ രാജ്യമാണ്. പാകിസ്ഥാൻ ആണവായതുകൊണ്ട് ഈ പാകിസ്ഥാൻ ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ടാണ് അതിന് ഇമ്പോർട്ടൻസ്. ഒരു കാരണമാണ് GCC രാജ്യങ്ങൾക്ക് ഒരാൾക്കും ആണവായുധം കയ്യിലില്ല. അതുകൊണ്ടാണ് ഈ സ്പാക് നേട്ടോ എന്ന് പറഞ്ഞിട്ട് സൗദിയും പാകിസ്ഥാനൊക്കെ വലിയ രീതിയിൽ ഒരു കരാർ സൈൻ ചെയ്ത്. അത് ഈ ഗുണ്ടായിസം കളിച്ച് നടക്കുന്ന പാകിസ്ഥാനായിട്ട് എന്തിന് സൗദി, അതായത് വലിയ വികസന കുതിപ്പ് ലക്ഷ്യം വെക്കുന്ന സൗദി എന്തിനാണ് ഗുണ്ടായിസം കളിച്ച് നടക്കുന്ന പാകിസ്ഥാൻ കരാർ ഒപ്പിടുന്നത് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് ആണവായുധമുണ്ട്. ആ ആണവായുധം ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാം, സൗദിയിലോട്ട് കൊണ്ടുവരാം. ജിയോ പൊളിറ്റിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വലിയ രീതിയിൽ അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ പാടെ അപ്രസക്തമായി. ഈ രാജ്യങ്ങളാണ് ഇന്ത്യ, റഷ്യ, ചൈന, അമേരിക്ക എന്നീ രാജ്യങ്ങളൊക്കെയാണ് ലോകക്രമം നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ ഒരു സവിശേഷമായ ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യക്ക് റഷ്യക്ക് ഉണ്ടല്ലോ വലിയ റോളുണ്ട്. ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കേസെല്ലാം നമ്മൾ കാണിച്ചു കൊടുത്തു. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് കിരാന ഹിൽസിൽ അതിൻ്റെ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആണവോർജ്ജത്തിൻ്റെ യഥാർത്ഥ മുതലാളി അമേരിക്കയും സൗദിയാണെന്ന് ഇന്ത്യക്ക് അറിഞ്ഞിട്ടും അവിടെ കൊണ്ടുപോയി ബ്രഹ്മോസ് പൊട്ടിച്ചപ്പോൾ ഉണ്ടല്ലോ ഭൂകമ്പ സമാനമായ ഇതാണ് റിക്ടർ സ്കെയിൽ ഏകദേശം 6.7ഉം 6.8ഉം 2 ടൈം അത് അവിടെ റീഡിങ് രേഖപ്പെടുത്തി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 6.7 ഈ ഗുജറാത്തിലൊക്കെ കച്ച് ആ ഏരിയയിലൊക്കെ ഭൂകമ്പം ഉണ്ടായ സമയത്ത് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ 6.4 ആയിരുന്നു. ഇത് 6.5ഉം 6.7ഉം 6.8 ആ റേഞ്ചിലാണ് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ അത്രയും ഭയങ്കര രീതിയിലാണ് കിരാന ഹിൽസിൽ ഇന്ത്യ പൊട്ടിച്ചത്, ബ്രഹ്മോസ് കൊണ്ടുപോയി പൊട്ടിച്ചത്. അതായത് അമേരിക്കയാണെന്ന് ഇന്ത്യക്കറിയാം, അമേരിക്കയും സൗദിയാണെന്ന് അറിയാം അതിൻ്റെ യഥാർത്ഥ മുതലാളി. അപ്പോൾ എന്തിനായാലും ഇന്ത്യ വലിയ രീതിയിലുള്ള ഒരു രീതിയിൽ തന്നെയാണ് ജിയോ പൊളിറ്റിക്സ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. അതായത് അമേരിക്കയല്ല, മുമ്പൊക്കെ എന്ന് വെച്ചാൽ പാകിസ്ഥാൻ നമ്മുടെ 2014 മുന്നേ ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുന്നേ തന്നെ പാകിസ്ഥാൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടിയാവും. ഇപ്പോൾ അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. അമേരിക്ക പോടെ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോഴും. ആ രീതിയിൽ ഇന്ത്യ മാറ്റിയിരിക്കുകയാണ് നരേന്ദ്രമോദി. അപ്പോൾ ഇന്ത്യ വലിയ രീതിയിലുള്ള ആയുധ കയറ്റുമതിക്ക് ഇങ്ങനെ ഇത് വെച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഓപ്പറേഷൻ സിന്ദൂര സമയത്ത് നമ്മൾ കാണിച്ചു കൊടുത്തു, ഇന്ത്യയുടെ ആയുധങ്ങളെ പവർ കാണിച്ചു കൊടുത്തു. അതാണ് അമേരിക്കയുടെ F-16ഉം ചൈനയുടെ JF-17 അടിച്ചിട്ടിരിക്കുകയാണ്. അത് ഏകദേശം 20 മിനിറ്റ് കൊണ്ട് ഇവന്മാരുടെ 5 F-16ഉം JF-17 അടിച്ചിട്ടിരിക്കുകയാണ്. ഒന്നും പറയാനില്ല. അപ്പോൾ തന്നെ മനസ്സിലായി, അമേരിക്കക്ക് മനസ്സിലായി ഇന്ത്യ വേറെ ലെവലായിരിക്കുകയാണ്. അതായത് ഈ ചെറിയ 7.1 GDP രാജ്യമാണ് കേട്ടോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് നടക്കില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിച്ചിട്ടാണ് സൗദിയും ഖത്തറും പറയുന്നത്, ന്യൂയോർക്കിലെ ഒരു മേയറായിട്ട് ഒരു മുസ്ലിം കാൻഡിഡേറ്റ്, ഈ സോറൻ മംദാനിയുടെ അമ്മ ഒരു ഇന്ത്യക്കാരിയാണ്, മീര നായർ, അച്ഛനൊരു ഉഗാണ്ടയാണ്, മുഹമ്മദ് മംദാനി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇയാളെ കൊണ്ടുവരുന്നതിൽ നിങ്ങൾ സന്തോഷിക്കാൻ വരട്ടെ, തീവ്ര ഇസ്ലാമിസ്റ്റിക്ക് സന്തോഷിക്കാൻ വരട്ടെ. ഇത് നരേന്ദ്രമോദിയുടെ ഒരു കളിയാണ്, നരേന്ദ്രമോദിയുടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഒരു കളിയാണ്, അമേരിക്ക എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാനുള്ള ഒരു കളിയാണ്. എന്തുകൊണ്ട് ഇവർ ന്യൂയോർക്കിൽ തന്നെ പിടിച്ചു? നിങ്ങൾ ഇതൊക്കെ ഉണ്ടോ? ന്യൂയോർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയിൽ, അമേരിക്കയുടെ GDP ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിറ്റിയാണ് ന്യൂയോർക്ക്. ന്യൂയോർക്ക് എന്ന് വെച്ചാൽ ലോകത്തിലെ
ഏറ്റവും കൂടുതൽ കാശ് പൊട്ടിക്കുന്ന സ്ഥലമാണ്. ഒരു മിനിറ്റിൽ തന്നെ എത്ര കോടികളാണ് ആ ന്യൂയോർക്കിൽ പൊട്ടുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ മുംബൈ കോർപ്പറേഷൻ അവരുടെ ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ മൊത്തം ബഡ്ജറ്റിൻ്റെ 3% അവിടെ വരുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും കൂടിക്കഴിഞ്ഞാൽ മുംബൈയുടെ അത്ര വരുന്നില്ല. അത്ര പോലും ഭയങ്കര ഇതായിട്ടാണ് മുംബൈ കോർപ്പറേഷൻ്റെ ഭരണത്തിൽ ഇരിക്കുന്ന അവിടുന്ന് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ അതേമാതിരി തന്നെയാണ് ന്യൂയോർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ ഈ GDP കോൺട്രിബ്യൂഷൻ ഏറ്റവും വലിയൊരു ഇത് പോകുന്നത് ന്യൂയോർക്കിൽ നിന്നാണ്. അത്തരത്തിലുള്ള ഒരു സിറ്റിയുടെ മേയറായിട്ട് ഒരാൾ വരുമ്പോഴുണ്ടല്ലോ ചുമ്മാ അങ്ങ് കയറി ഒരാൾക്ക് ജയിച്ചു വരാൻ പറ്റില്ല. അത് വലിയ വ്യക്തമായ കളികളുണ്ട്. നിങ്ങൾക്കറിയാം ഈ സ്ഥലത്തൊക്കെ ഒരുപാട് ജൂതന്മാരൊക്കെ എത്രയോ % ജൂതന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ ജൂതന്മാരൊക്കെ ഈ മുസ്ലിമിനെ വോട്ട് ചെയ്യുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മറ്റേ സ്വരാജ് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ നിഷ്കളങ്കരെ? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അപ്പോൾ എന്തുകൊണ്ട് ഈ ജൂതന്മാരൊക്കെ മമതാനിക്ക് വോട്ട് ചെയ്തു? അവിടെ ഒരുപാട് ഇന്ത്യൻസ് ഉണ്ട്. ന്യൂയോർക്കിലൊക്കെ ഒരുപാട് ഇന്ത്യൻസിന് വോട്ടുണ്ട്. ഒരുപാട് ശ്രീലങ്കൻസ് ഉണ്ട് അവിടെ. ശ്രീലങ്കൻസ് മുമ്പേ പണിക്കാരായിട്ട് പോയിട്ട് അങ്ങനെയുള്ള സെറ്റിലായ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു സ്ഥലത്ത് കയറിയിട്ട് എങ്ങനെ ഈ മമതാനി എന്ന് പറയുന്നൊരു മുസ്ലിമിനെ ജയിച്ച് വരാൻ പറ്റും? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്സ്, അമേരിക്കയുടെ പൊളിറ്റിക്സൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും സാധ്യമല്ല. അതായത് ഈ മമതാനി എന്ന് പറയുന്നത് ഡെമോക്രാറ്റുകളുടെ ഇതാണ്. അതായത് നമ്മുടെ പഴയ ബൈഡൻ്റെ പാർട്ടിക്ക് ഉണ്ടല്ലോ, ഒബാമ, ബൈഡൻ, അവരൊക്കെ പാർട്ടിയാണ് ഡെമോക്രാറ്റുകൾ. റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് ട്രംപ്. അപ്പോൾ ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതൊക്കെ ഒരിക്കലും അംഗീകരിക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടില്ല, വലിയ രീതിയിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഇയാൾ മമതാനി പരാജയപ്പെടുത്തിയ ഒരു ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റിനായിരുന്നു. അതായത് ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അയാൾ 3-ാം സ്ഥാനത്തായിരുന്നു. അയാൾക്ക് 10% വോട്ട് മാത്രമേ കിട്ടുള്ളൂ. ഇയാൾക്ക് 50% അടുത്ത് വോട്ട് കിട്ടി. അപ്പോൾ അതിന് കാരണം എന്താണ്? ഇത്രയും ജൂതന്മാരും ഒരുപാട് ഇന്ത്യൻസും ഒരുപാട് പ്യുവർ ക്രിസ്ത്യൻസൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് ഇയാൾ ജയിച്ച് കയറി വരണമെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ കളികളുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ സൗദിയും ഖത്തറൊക്കെ പറയുന്നത്. നിങ്ങൾ ആഹ്ലാദിക്കാൻ വരട്ടെ. ഇത് അമേരിക്കയുടെ സർവനാശത്തിന്, അമേരിക്ക ഇസ്ലാമിന് കീഴ്പ്പെടുന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അതായത് ചില ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ, ഇവിടുത്തെ സുഡാപ്പികളൊക്കെ വലിയ രീതിയിൽ ആഘോഷം തുടങ്ങി. അതായത് സംഘികളും ക്രിസ്ത്യങ്ങളൊക്കെ മാറി നിൽക്കും. ഇനി നമ്മൾ മദ്രസയിൽ പോയ 5 നേരം നിസ്കരിക്കുന്ന മമതാനി ന്യൂയോർക്ക് ഭരിക്കും, ഭാവിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ആവുമെന്നൊക്കെ. ഇവിടെ ഒരു കാര്യം പറയട്ടെ, ഇതൊക്കെ നിങ്ങൾ ചുമ്മാ സ്വപ്നമാണ്. അയാൾ എന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വലിയ രീതിയിൽ പ്രചാരണം നടത്തിയത്. അതായത് അയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനെന്നൊക്കെ ഒരു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തു വന്നു, ഒരു ഇൻ്റർവ്യൂവിൽ. കമ്മ്യൂണിസ്റ്റ് ആബ്സല്യൂട്ട്ലി നോ എന്നാണ് അയാൾ മറുപടി കൊടുത്തത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് അല്ല അയാൾ, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളായിക്കോ ഒരു പ്രതിപത്യം ഇല്ല. അപ്പോൾ എന്ത് തന്നെയാലും ഇവിടുത്തെ സുഡാപ്പികളും ആഗോള തീവ്ര ഇസ്ലാമിസ്റ്റുകളും വിചാരിക്കുന്ന മാതിരിയുള്ള ഒരു കാര്യമല്ല അമേരിക്കയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സോറൻ മംദാനി എന്ന് പറയുന്ന ഒരാളെ അവിടെ ഇൻസ്റ്റാൾ ചെയ്തത് നരേന്ദ്രമോദിയും പുട്ടിനും ആണ് എന്നുള്ള വലിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് സൗദിയും ഖത്തറും. ഇവിടുത്തെ സുഡാപ്പികളും ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ അവരുടെ ബാപ്പയായിട്ട് കാണുന്ന ആൾക്കാരാണ് സൗദിയും ഖത്തറും. അതേ സൗദി പറയാണ് നിങ്ങൾ ആഹ്ലാദിക്കാൻ വരട്ടെ, ഇതിനപ്പുറം വലിയ കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കൂടുതൽ തെളിവുകൾ അവർ പുറത്തു വിടുന്നില്ല, ജസ്റ്റ് ഒരു ഇൻഡിക്കേഷൻ കൊടുക്കും, ഒരു വാണിംഗ് കൊടുക്കുകയാണ്. വാണിംഗ് കൊടുക്കുന്ന വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ ആഹ്ലാദിക്കാൻ വരട്ടെ, നിങ്ങൾ ആഹ്ലാദിക്കുന്നതിന് മുന്നേ തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയോ എന്നുള്ളൊരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഈ മമതാനിക്ക് പിന്നിൽ നരേന്ദ്രമോദി പുടിനൊക്കെ ആണെന്നുണ്ടല്ലോ, അത് വരും ദിവസങ്ങൾ ജിയോ പൊളിറ്റിക്സിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ തന്നെ ഈ ഇന്ത്യയായിട്ടുള്ള ഈ ടാരിഫ് ഇതൊക്കെ ഉണ്ടല്ലോ, ടാരിഫ് വിഷയത്തിലൊക്കെ അമേരിക്കൻ പൊളിറ്റിക്സിൽ തന്നെ വലിയ രീതിയിൽ കോലാഹലങ്ങളുണ്ട്. ട്രംപിനെതിരെ വലിയ രീതിയിൽ ട്രംപിൻ്റെ പാർട്ടി തന്നെ, റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ആൾക്കാർ തന്നെ വലിയ രീതിയിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇന്ത്യ. 145 കോടി ജനങ്ങളുള്ള ഒരു വലിയ മാർക്കറ്റാണ് ഇന്ത്യ. ആ ഇന്ത്യയെ നമ്മൾ അവഗണിച്ചുകൊണ്ടോ വെറുപ്പിച്ചുകൊണ്ടോ നമുക്കൊരു കാര്യം അമേരിക്കക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്നുവെച്ചാൽ അമേരിക്കയുടെ ഏത് പ്രൊഡക്റ്റും ഇന്ത്യയിൽ ഇറങ്ങുമ്പോൾ അവർ ആദ്യം റിസർച്ച് നടത്തി എങ്ങനെ ഇന്ത്യൻ മാർക്കറ്റ് പിടിക്കുകയാണെന്ന്. ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും പർച്ചേസിങ് കപ്പാസിറ്റി ഇല്ല. ഞാൻ പറയാൻ പറ്റും 140 കോടി ജനങ്ങളുണ്ട്. അമേരിക്കയിൽ ഏകദേശം 45-46 കോടി ജനങ്ങളാണ് ഉള്ളത്. ഈ ഇത്രയും മിഡിൽ ക്ലാസ് നല്ല ബൈയിങ് പാരിറ്റി ഉള്ള പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ള, അതായത് $50 മില്യൺ പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ള ആൾക്കാർ ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് ആയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മാർക്കറ്റിനെ അവഗണിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്ത്യയിൽ എന്നല്ല ഒരു രാജ്യത്തിനും ചെയ്യാൻ പറ്റില്ല. അത് തന്നെയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് 2016 അധികാരത്തിൽ വന്നിടത്ത് എല്ലാ രാജ്യങ്ങളായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ നിങ്ങളെ പ്രോഡക്റ്റ് ഇറക്കണോ, നമ്മൾ പറയുന്ന അനുസരിക്കണം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചത് നരേന്ദ്രമോദി തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെയാലും ലോകത്തിലെ എല്ലാ സുഡാപ്പികളും ആഗ്രഹിക്കുന്ന മാതിരി ഒരാളല്ല സോറൻ മംദാനി. അത് നരേന്ദ്രമോദിയുടെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെയും ഒരു ബിനാമിയാണ്, ഏജൻ്റാണ് എന്നാണ് സൗദിയും ഖത്തറും പറയുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ വരുന്ന ദിവസങ്ങൾ പുറത്തു വരും. അതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.